എന്നാൽ മത്സരങ്ങളിൽ സഹയാത്രികർക്ക് അവസരമൊരുക്കി മാറി നിൽക്കുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം. അത്രയേറെ സമകാലിക രാഷ്ട്രീയത്തിൽ പ്രാധാന്യമേറിയ ഒരു തിരഞ്ഞെടുപ്പിനാണ് ഭാരതം സാക്ഷിയാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കൂടി ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു കയ്യബദ്ധം പറ്റി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് കടന്നു വരുന്നുവെങ്കിൽ ഭരണഘടന പോലും തിരുത്തുന്ന സ്ഥിതിയിലേക്ക് ഭൂരിപക്ഷ ജനതയിലെ BJPയെ അംഗീകരിക്കാത്ത ആളുകൾക്ക്, അതിനുമപ്പുറം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർ ഇന്നലകളിൽ ഭരണഘടനാപരമായി നേടിക്കൊണ്ടിരുന്ന അവകാശങ്ങൾ ഹനിക്കപ്പെടും എന്നുള്ളത് മാത്രമല്ല, വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ ഭരണകൂട ഭീകരതയ്ക്ക് കീഴിൽ ജീവിച്ചു തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് മനസ്സിലാക്കിയാണ് സഖാവ് പന്ന്യനെ പോലെ പരിണിതപ്രജ്ഞനായ, സാമൂഹിക ജീവിതത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, ജനങ്ങൾക്ക് ഹൃദയത്തോട് ചേർക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയും പ്രസ്ഥാനവും ഇടതുപക്ഷവും ഒരേ മനസ്സോടുകൂടി അംഗീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്നു. സഖാവ് പന്ന്യന്റെ 40 മാസത്തെ പാർലമെന്ററി പ്രവർത്തനം മനസ്സിലാക്കിയാൽ നമുക്കറിയാം, അണ്ടിപ്പരിപ്പ് കഴിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഉറങ്ങിത്തീർക്കാനും വേണ്ടി പാർലമെന്ററി സമയങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. പകരം വടക്കേന്ത്യൻ നേതൃത്വത്തിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശബ്ദിക്കാനും, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹം അത്രയേറെ ശ്രദ്ധിക്കാത്ത അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ തൻ്റെ പ്രവർത്തന സമയങ്ങളിൽ പരമാവധി സമയം മാറ്റിവെച്ചിട്ടുണ്ട്, വിനിയോഗിച്ചിട്ടുണ്ട്. വിഡ്ഢിത്തം വിളമ്പുന്ന വടക്കേന്ത്യൻ MPമാർക്കിടയിൽ വ്യത്യസ്തനും മാതൃകാപരവുമായിരുന്നു സഖാവ് പന്ന്യൻ. PK വാസുദേവൻ നായരെന്ന ത്രയാക്ഷരം കേരളത്തിന്റെ ഹൃദയം ഏറ്റെടുത്ത നേതാവായിരുന്നു. അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ദേഹവിയോഗം സംഭവിക്കുമ്പോൾ ഈ മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മത്സരരംഗത്ത് വന്ന് വിജയിച്ചു പോയ ആളാണ് സഖാവ് പന്ന്യൻ. അതുകൊണ്ട് തന്നെ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 3 പ്രാവശ്യം തിരുവനന്തപുരത്തെ ജനങ്ങൾ വിശ്വപൗരനാണ്, ആഗോള ഫിഗറാണ്, സാഹിത്യകാരനാണ്, ചിന്തിക്കുന്നയാളാണ്, മനോഹരമായ സൗന്ദര്യമുള്ള ആളാണ് എന്നൊക്കെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും വിജയിപ്പിച്ചു വിട്ടു. ഒരു കാര്യം എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ ജനങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. വ്യക്തിപരമായി അധിക്ഷേപ വാക്കുകൾ ഉന്നയിക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ വർത്തമാനം പറയുന്നു. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ പറയാതെ പോയാൽ 26-ാം തീയതി ബട്ടൺ അമർത്തുന്നത് 1ാമത്തെ ചിഹ്നത്തിലല്ലെങ്കിൽ സ്വാഭാവികമായും വരുന്ന 5 വർഷക്കാലം നമുക്ക് തിരുവനന്തപുരം പാർലമെന്റിൽ MP ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും. വിശ്വപൗരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ശശി തരൂർ, ഏറെ ആദരവോടും ബഹുമാനത്തോടും പറയട്ടെ, അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ അത്ഭുതത്തോടെയും അതിശയത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. കാരണം ഈ ഭാരതീയനാണ്, കേരളീയനാണ്, പാലക്കാട്ടുകാരനാണ്, ഈ മണ്ണിൻ്റെ ആളാണ് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലോ ഭാരതത്തിലോ അത്രയധികം പഠനകാലം തൊട്ട് ജീവിച്ച് തീർത്ത ആളല്ല. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് മുഴുവൻ സമയവും വിദേശത്തായിരുന്നു.
ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറി നിന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് സഞ്ചരിക്കുന്ന കോൺഗ്രസ് എന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തെ, ഇന്ദിരാഗാന്ധിയെ, രാജീവ് ഗാന്ധിയെ ഒക്കെ അധിക്ഷേപിച്ചും അവഗണിച്ചും എതിർത്തും എഴുതുകയും വർത്തമാനവും പറയുകയും ചെയ്തിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹം പാലക്കാട് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്നിറങ്ങുമ്പോൾ, ഒരു നീല ജുബ്ബ കേട്ട് വന്നിറങ്ങുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെതിരെ സീറ്റ് കൊടുക്കാതിരിക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുകയും അതാത് ഫോറങ്ങളിൽ പ്രതിഷേധിക്കുകയും ചെയ്ത കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പതിയെ പതിയെ അദ്ദേഹം അവരിൽ വിശ്വാസം ആർജിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതുവരെ കണ്ട MP ആയിരിക്കില്ല ഞാൻ വ്യത്യസ്തനാവും. തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ പാർലമെന്റിൽ സംസാരിക്കും. വിദേശ നിക്ഷേപങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. പാർലമെന്ററി രംഗത്ത് പ്രശോഭിച്ചുകൊണ്ട് ഒരു തികഞ്ഞ ഒരു പാർലമെന്ററി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയിൽ ഭരണക്രമത്തിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യം വേണ്ട ഫണ്ടുകൾ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കും. ബാഴ്സലോണിയ ഇരട്ട നഗരമാക്കും. ആളുകൾ പ്രതീക്ഷയോടെ, ഞാനും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, പ്രതീക്ഷയോടെയാണ് നമ്മൾ കണ്ടത്. മനോഹരമാക്കുമെന്ന് ചിന്തിച്ചു. അദ്ദേഹം ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ SM കൃഷ്ണയുടെ കീഴിൽ വിദേശകാര്യ സഹമന്ത്രിയായി. SM കൃഷ്ണ ഒരു മാടമ്പിയായിരുന്നു എന്നുള്ള കാര്യം രാഷ്ട്രീയത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇദ്ദേഹത്തിന് ഏത് റോളും ആ വകുപ്പിലുണ്ടായില്ല. അദ്ദേഹം വർത്തമാനം പറഞ്ഞു പോയതല്ലാതെ തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആകെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ ഒരു പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ 4 വർഷക്കാലത്തെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ്സുകാർ പറയട്ടെ. MP-ക്ക് കിട്ടുന്ന 5 കോടി ഉറുപ്പിക എവിടെയെങ്കിലും ചെലവഴിച്ചാൽ അല്ലേ പറ്റൂ, ചെലവഴിച്ച് തന്നെ തീരൂ. അങ്ങനെ പണം ചിലവഴിച്ച് ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ചെയ്തതല്ലാതെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. പക്ഷേ ഡോക്ടർ ശശി തരൂർ ഇവിടെ ജനങ്ങൾക്ക്